ആയില്ലേ? തുടങ്ങാലോ. കോവിഡ് ബാധ ഏതാണ്ട് 10 മാസം ഏതാണ്ട് പിന്നിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് രാജ്യത്തെല്ലായിടത്തും അത് നിയന്ത്രണാധീനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലും കേരളത്തിൽ നിയന്ത്രണാതീതമായിട്ട് തുടരുന്നു എന്നുള്ളത് വളരെയേറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൽ അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യവുമില്ല എന്നുള്ള ഒരു ധാരണ പരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. അതുകൊണ്ട് സിനിമാശാലകൾ തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സർക്കാർ ഓഫീസുകൾ പതിവ് പോലെയുള്ള മുൻകാലങ്ങളിലെ അതേ പതിവിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനെ തുടർന്ന് വിദ്യാലയങ്ങളിലും ബാക്കിയുള്ളതുമൊക്കെ അതേപോലെ കോവിഡിന് മുൻപുള്ള സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണോ എന്നുള്ള സംശയമാണ് ഇന്നുള്ളത്. സംസ്ഥാനത്ത് ഞങ്ങൾ കോവിഡിനെ നിലം പരിശാക്കി എന്നാണ് സംസ്ഥാന സർക്കാർ ആദ്യം അവകാശപ്പെട്ടിരുന്നത്. ആഗോളതലത്തിൽ PR ഏജൻസികളെ വെച്ചുകൊണ്ട് വളരെ വ്യാപകമായിട്ടുള്ള പ്രചരണം ഇതിൻ്റെ പേരിൽ സംഘടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നത്തെ സ്ഥിതി രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനമുള്ള സംസ്ഥാനമായിട്ട് ഇന്ന് കേരളം മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, രാജ്യത്താകെ 15,968 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ കേരളത്തിൽ മാത്രം 6,000 കേസുകളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40%. രാജ്യത്തെ ജനസംഖ്യയുടെ 130 കോടി ജനങ്ങളിൽ 3.5 കോടിയുള്ള കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കഷ്ടിച്ച് 3% ജനങ്ങൾ താമസിക്കുന്ന ഈ സംസ്ഥാനത്ത് രാജ്യത്തെ 40% കോവിഡ് രോഗികൾ ഒരു ദിവസം കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശങ്കയെക്കുറിച്ചും അതിൻ്റെ ഗൗരവസ്ഥിതിയെക്കുറിച്ചും ഭരണപക്ഷത്തിന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷവും തിരിച്ചറിഞ്ഞിട്ടില്ല. എനിക്കറിയില്ല, ഇന്നത്തെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ചർച്ചകളിൽ എവിടെയും കോവിഡ് പ്രതിരോധത്തിൽ സർക്കാരിന് സംഭവിച്ചിട്ടുള്ള വലിയ വീഴ്ച പ്രതിപക്ഷം പോലും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഇവർ തമ്മിൽ ഇക്കാര്യത്തിലും ഒരു ഒത്തുകളിയാണോ എന്നെനിക്കറിയില്ല. ദയവ് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരൊന്നും അവിടെ നിർത്തുമോ? നിങ്ങൾ സംസാരിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് നിർത്താം. ഈ സാഹചര്യം ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസി തലത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കമ്മിറ്റി, ഉന്നതതല സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള സാഹചര്യം, ശരാശരി എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ, എറണാകുളം അതുപോലെ മറ്റു പല ജില്ലകളും ഏതാണ്ട് 800 മുതൽ 1000 വരെ കേസുകളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് കേസ് ഫെർട്ടാലിറ്റി റേറ്റ് 0.8%, അതായത് സംസ്ഥാന ശരാശരിയുടെ ഇരട്ടി. പ്രതിരോധത്തിൽ കേരളം ഒന്നാമതെന്നാണെന്നാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇപ്പോഴും ആവർത്തിക്കുന്നത്. അത് ഏതടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കോവിഡ് പ്രതിരോധത്തിൻ്റെ രീതികളെക്കുറിച്ച് ഈ അസുഖബാധ അല്ലെങ്കിൽ ഈ പകർച്ചവ്യാധി വളരെ ഗുരുതരമായിട്ട് തുടർന്ന ഘട്ടങ്ങളിൽ നിരവധി ആളുകൾ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. അന്ന് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ ഒരു പ്രത്യേക തരം പ്രോട്ടോക്കോൾ അനുവർത്തിച്ചുകൊണ്ടാണ് ഇതിനെ നേരിടുന്നത്. ട്രേസ്, ടെസ്റ്റ്, ട്രീറ്റ്, ഇതാണ് ഞങ്ങളുടെ രീതി എന്നാണ്. പക്ഷേ ഇന്ന്
കോവിഡ് വ്യാപിച്ചിട്ടുള്ള ആളുകളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നത് പരമാവധി 1-2 ആളുകളെ മാത്രമാണ്. പ്രോട്ടോകോൾ അനുസരിച്ച് ICMR-ന്റെ നിർദ്ദേശമനുസരിച്ച് ചുരുങ്ങിയത് 10-15 ആളുകളെങ്കിലും ഒരു കോവിഡ് ബാധിതനായിട്ടുള്ള രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന ആളുകളുണ്ടാകും. പക്ഷേ അവരെയൊന്നും കണ്ടെത്താനുള്ള ശ്രമമേ നടക്കുന്നില്ല. ഹോം ക്വാറന്റൈൻ ഞങ്ങളുടെ പ്രത്യേകതയാണെന്നാണ് സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. രാജ്യത്തെവിടെയുമില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞത് ഹോം ക്വാറന്റൈൻ മതി, ഞങ്ങളത് ഫലപ്രദമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ആളുകളാണ്. എന്താ ഇപ്പോഴത്തെ സ്ഥിതി? ഹോം ക്വാറന്റൈൻ വേണ്ട രീതിയിൽ അതിനെ നിരീക്ഷണം നടത്തുന്നതിൽ അതിൽ സർക്കാർ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുന്നു. ഈ ഹോം ക്വാറന്റൈൻ പരാജയമാകുമെന്ന് അന്ന് പറഞ്ഞത് അംഗീകരിച്ചിട്ടില്ല. നമുക്കറിയാം ഓരോ കാലത്തും നടത്തിയ പ്രഖ്യാപനങ്ങൾ. 2.5 ലക്ഷം കിടക്ക പ്രവാസികൾക്ക് വേണ്ടിയിട്ട്. ആ കിടക്ക എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ വിവിധ കാര്യങ്ങളിൽ മാത്രമല്ല, ഇപ്പം മരണനിരക്ക് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള പ്രോട്ടോക്കോളിന് വിരുദ്ധമായിട്ടാണ് കേരളത്തിലെ മരണനിരക്ക്. ഈ മരണനിരക്ക് ബോധപൂർവം കുറച്ച് കാണിച്ചുകൊണ്ട് കേരളത്തിൽ ഫാറ്റാലിറ്റി റേറ്റ് കുറവാണ്, മോർട്ടാലിറ്റി റേറ്റ് കുറവാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. കാരണം ദേശീയ തലത്തിൽ ആഗോളതലത്തിൽ തന്നെ ICMR-ഉം ലോകാരോഗ്യ സംഘടനയും നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശമനുസരിച്ച് ക്യാൻസറോ മറ്റ് മാരകരോഗങ്ങളോ ഉള്ളവർ കോവിഡ് ബാധിച്ചു മരിച്ചാൽ അത് കോവിഡ് മരണമായിട്ട് കണക്കാക്കണമെന്നാണ് മാർഗനിർദ്ദേശം. പക്ഷേ കേരളത്തിൽ അത് പാലിക്കപ്പെടുന്നില്ല. പകരം കേരളത്തിൽ ഓഗസ്റ്റ് വരെ കോവിഡ് ബാധിച്ചു മരിച്ചിട്ടുള്ള നിരവധി ആളുകൾ, 40% കേസുകൾ, ആ കേസുകൾ കോവിഡ് മരണങ്ങളായിട്ട് കണക്കാക്കിയിട്ടില്ല. ഇപ്പോഴും ടെസ്റ്റുകളുടെ എണ്ണം വളരെ പരിമിതമാണ്. ടെസ്റ്റ് നടത്തുന്നത് ആൻറ്റിജൻ ടെസ്റ്റാണ്. 40% ഫോൾസ് നെഗറ്റീവ് വരുന്ന ആൻറ്റിജൻ ടെസ്റ്റ് നടത്തിയിട്ടാണ് കേരളത്തിലെ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 8%, 9% എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ RT-PCR നടത്തിയിരുന്നുവെങ്കിൽ അത് എത്ര കണ്ടു വർദ്ധിക്കും എന്നുള്ളത് നമ്മളത് നടത്തിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കോവിഡ് പ്രതിരോധത്തിൻ്റെ ക്രെഡിറ്റ് അടിച്ച ആളുകൾ ഇപ്പോൾ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. മുഖ്യമന്ത്രിക്കാണോ ഉത്തരവാദിത്തം അതോ ആരോഗ്യമന്ത്രിക്കാണോ? കാരണം ആരോഗ്യമന്ത്രി ഫാഷൻ മാഗസിൻ്റെ മുഖചിത്രമാവുന്നതിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ താല്പര്യം. അപ്പോൾ ഇവരാണ് കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തിൻ്റെ മുന്നണി പോരാളികൾ എന്ന് അവകാശപ്പെടുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിനും ഉത്തരവാദികൾ അവർ തന്നെയല്ലേ? ആ ഉത്തരവാദിത്തം അവരേറ്റെടുക്കുമോ? അതുകൊണ്ട് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ ഒട്ടും ആശങ്കയില്ല. കാരണം ഈ ഞങ്ങൾക്ക് വ്യാപനം വൈകിപ്പിക്കാനായി എന്നാണ്. ലോകം മുഴുവൻ പുതിയ വർഷം കോവിഡ് വ്യാപനം നിയന്ത്രിച്ചുകൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കേരളം അതിൽ നിന്ന് ഏറ്റവും ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് പോകുന്നത്. വിനോദസഞ്ചാര മേഖലയടക്കം മറ്റ് പല സ്ഥലങ്ങളിലും തുറന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കോവിഡ് വ്യാപനം നിയന്ത്രണത്തിലായി കഴിഞ്ഞു. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് കേരളം രോഗകേന്ദ്രമായത് വൈകിപ്പോയി എന്നുള്ളത് ഒരു അഭിമാനമായിട്ട് പറയുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി, ആ മന്ത്രിക്കാണോ ഇതിൻ്റെ ഉത്തരവാദിത്തം അതോ മുഖ്യമന്ത്രിക്കാണോ ഉത്തരവാദിത്തം? ഇത് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കോവിഡിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു, ഇനി നമുക്ക് പൂർണ്ണമായിട്ടും സാധാരണഗതിയിലേക്ക് തിരിച്ചു വരാം എന്നുള്ള പ്രതീതി, ആ പ്രതീതി ഉണ്ടാക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കണം. സർക്കാർ അടിയന്തരമായിട്ട് കോവിഡ് പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങണം. കോവിഡ് ടെസ്റ്റുകൾ, ആ ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാക്കണം. ശബരിമല തീർത്ഥാടനം തുടങ്ങിയ ഘട്ടത്തിലും പറഞ്ഞിരുന്നു, ശബരിമല തീർത്ഥാടനം കോവിഡ് വ്യാപനത്തിന് അത് വർദ്ധിപ്പിക്കാനിടയാകും. ഇതൊന്നും കേട്ടില്ല. അപ്പോൾ ഇനിയെങ്കിലും
തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതുകൊണ്ട് എല്ലാം സാധാരണഗതിയിലായി എന്നുള്ള പ്രതീതി ഉണ്ടാക്കാനുള്ള ശ്രമം അവസാനിപ്പിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ എടുത്തില്ലെങ്കിൽ കേരളം വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങും എന്ന് മുന്നറിയിപ്പ് നൽകാനും അതിനെതിരായിട്ടുള്ള ജനാഭിപ്രായം ഉയരണം എന്ന് അഭ്യർത്ഥിക്കാനുമാണ് ഞാനിന്ന് മാധ്യമപ്രവർത്തകരെ കാണാൻ ഉദ്ദേശിച്ചത്. സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ എടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6000 കേസ് എന്ന് പറയുന്നത് കോവിഡ് വർദ്ധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് അന്നെടുത്തിരുന്ന നടപടികളെങ്കിലും ഇന്നെടുക്കണം. 6000 ആയപ്പോൾ എന്താ നടപടി എടുത്തിരുന്നത്? ഇപ്പോൾ 6000 ആയപ്പോൾ ആ നടപടികളൊന്നുമില്ല. ഇപ്പം ജനങ്ങളുടെ ഓർമ്മശക്തി ഇത്ര ദുർബലമാണ് എന്നുള്ള ധാരണയിൽ ഈ തരത്തിലുള്ള നിലപാടുകളിലേക്ക് നീങ്ങുന്നത് അതിൽ നിന്ന് പിൻവാങ്ങണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ സംസ്ഥാന സർക്കാരിനോട്. ആരെ അറിയിച്ച്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് മറുപടി പറയട്ടെ. കേന്ദ്ര സംഘം എന്താ കണ്ടെത്തിയെന്ന് കേന്ദ്ര സംഘത്തിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം. അതെ, കാരണം ഈ കോമോർബിഡിറ്റി ഉള്ള കേസുകളിൽ ഉണ്ടാകുന്ന മരണം, ആ മരണത്തെ കേരളത്തിൽ കോവിഡ് മരണമായിട്ട് കണക്കാക്കുന്നില്ല. ലോകാരോഗ്യ സംഘടനയും ICMR പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള മരണങ്ങൾ ഉൾപ്പെടെ കോവിഡ് മരണമായിട്ട് കണക്കാക്കണം. അപ്പോഴേ കോവിഡിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതിരോധം ഉണ്ടാവുള്ളൂ. ആ കണക്കെടുപ്പിൻ്റെ മാനദണ്ഡം കേരളത്തിൽ അട്ടിമറിച്ചു. അങ്ങനെയാണ് കേരളത്തിൽ മരണസംഖ്യ കുറയുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ആരാ പറഞ്ഞത് നിങ്ങളോട്? കേരളം 26ാം സ്ഥാനത്തായിരുന്നു. നിങ്ങൾ ICMRൻ്റെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളം 26, 27, 25 ഒക്കെയിലാണ് നിന്നിരുന്നത്. 20ൻ്റെ അകത്തേക്ക് കേരളം എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്ന് എൻ്റെ അറിവിലില്ല. ഞാൻ കോവിഡ് റിപ്പോർട്ടുകൾ നിരന്തരമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ള കോവിഡ് റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ കാലത്ത് ഇത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നത്. ഇപ്പോഴും തമിഴ്നാട്, ഉദാഹരണത്തിന് തമിഴ്നാട് RT-PCR മാത്രമേ നടത്തുന്നുള്ളൂ. ആന്ധ്ര, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ആന്ധ്രയുടെ സംഘടനാ ചുമതലയുള്ള ഒരാളാണ്. ആന്ധ്രയിൽ പോയപ്പോൾ ആന്ധ്രയിൽ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന കേസ് ഏതാണ്ട് 300-400 ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം കേരളത്തിൻ്റെ അത്ര തന്നെയുണ്ട്. നിയന്ത്രണം കൂട്ടണം എന്നുള്ളതിൻ്റെ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കണം? അതായത് നമ്മൾ പറയുന്നത് എന്താ, ഞങ്ങൾ വളരെ ലോകത്തിന് മാതൃകയായിട്ടുള്ള ആളുകളാണ്. പിന്നെ എന്താ ഇതിങ്ങനെ സംഭവിക്കുന്നുള്ളതിൻ്റെ കാരണം കൂടി പറയണം. അതെ, ഞാൻ ചോദിക്കുന്നത് ഈ തീരുമാനമെടുക്കാനുള്ള പശ്ചാത്തലം എന്താണെന്ന് ഗവൺമെൻറ് പറയണമെന്നാണ്. ഒരു വശത്ത് കോവിഡ് വ്യാപനം കൂടുന്നു, മറുവശത്ത് നിയന്ത്രണങ്ങൾ ഇല്ലാതാകുന്നു. ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. എന്നാൽ പിന്നെ നേരത്തെ എന്തിനാ അടച്ചത്? അതെങ്കിലും പറയണം. അല്ല, അൺലോക്ക് പറയുന്നത്, അൺലോക്കിൽ അന്നും പറഞ്ഞെന്താ, ലോക്ക്ഡൗണിൻ്റെ കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനകളും മാർഗനിർദ്ദേശങ്ങളും സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഞങ്ങൾക്കത് ബാധകമല്ല, ഞങ്ങളുടേതായിട്ടുള്ളൊരു മാതൃകയിലാണ്. അപ്പോൾ അൺലോക്കിൽ വന്നാൽ പുതിയ മാതൃക ഉണ്ടാക്കണം. അതെന്താ വല്ല ഉണ്ടാക്കാത്തത്? അൺലോക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മാതൃക, പക്ഷെ കേന്ദ്ര സർക്കാർ പറയുന്നതിലും ഈ അൺലോക്കിന് പറയുന്ന പശ്ചാത്തലമുണ്ടല്ലോ, അതിൻ്റെ കാരണങ്ങൾ, ആ കാരണങ്ങൾ കേരളത്തിൽ ബാധകമാണോ നോക്കണം. കേരളത്തിൽ കോവിഡ് വ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും അൺലോക്ക് ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറയുന്നത് വൈരുദ്ധ്യമില്ലേ? എത്ര പാലിക്കുന്നുണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, അല്ലല്ല, സമരത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. സമരം ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം, മന്ത്രിമാരൊക്കെ എങ്ങനെയാ കോവിഡ് വന്ന് സമരം ചെയ്തിട്ടാണ്?
മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കോവിഡ് വന്ന് സമരത്തിൽ പോയിട്ടാണ്. അപ്പോൾ സമരമല്ലല്ലോ കാരണം. ഞാൻ പറയുന്നത് ഈ ട്രേസ് ടെസ്റ്റ് ട്രീറ്റ് എന്നൊക്കെ പറയുന്ന രീതി, ഹോം ക്വാറന്റൈൻ എന്ന് പറയുന്ന രീതി, ആഗോളതലത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്ന ആളുകൾ ഇന്ന് ഈ സാഹചര്യത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? അതാണ് എൻ്റെ ചോദ്യം. അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിക്കണ്ടേ? അതൊന്നുമില്ലാതെ ഇവിടെയെല്ലാം സാധാരണഗതിയിലായി എന്നുള്ള ധാരണയുണ്ടാക്കാൻ ശ്രമിക്കുന്നത്, എന്നിട്ട് മരണനിരക്ക് കുറച്ച് കാണിക്കാൻ ബോധപൂർവം ശ്രമം നടത്തുകയും ചെയ്യുക. കേസുകൾ 6000 ഉള്ളപ്പോഴും മരണനിരക്ക് കുറവാണ് എന്നുള്ള ഒരു മുടന്തന്യായമാണ് പറയുന്നത്. ആ മുടന്തന്യായം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ വസ്തുതകൾ സംസ്ഥാന സർക്കാരിന് ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ ആഗോളതലത്തിലെല്ലാം കീഴടക്കി എന്നുള്ള ആ മേനി നടിച്ച ആളുകൾ ഇതിന് ഉത്തരവാദികളാണ്. അങ്ങനെയാണെങ്കിൽ വിജയിക്കുന്നതിന് മാത്രം ഉത്തരവാദിത്വം, പരാജയത്തിൻ്റെ ഉത്തരവാദിത്വത്തിന് ആരുമില്ല. അതല്ലല്ലോ. അങ്ങനെയല്ല. വാക്സിൻ രോഗം വന്നതിനുള്ള ചികിത്സയല്ല, വരാതിരിക്കാനുള്ള സംവിധാനമാണ്. അതെ, ആവുമായിരിക്കും. അതുകൊണ്ട് ഇനി ഒന്നും വേണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ രാജ്യവ്യാപകമായിട്ട് വാക്സിൻ വന്നു, ഇനിയൊന്നും ചെയ്യേണ്ട എന്നുള്ള തീരുമാനം എടുത്താൽ പോരെ? കേന്ദ്രം ഇടപെടുമായിരിക്കും. ഇടപെടേണ്ട ഘട്ടം വരുമ്പോൾ ഇടപെടും. അല്ല, നിർദ്ദേശം അത് ആരോഗ്യവകുപ്പാണ് കൊടുക്കേണ്ടത്. ഞാൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്, ജനങ്ങളുടെ ചോദ്യങ്ങൾ. അതിന് ഉത്തരം സംസ്ഥാന സർക്കാരാണല്ലോ പറയേണ്ടത്. ഇത്രയും കാലം ഞങ്ങൾ പറയുന്നതാണ് വലുത് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ, അതാണ് ഏറ്റവും മികച്ചത് എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നാണ്. ഞാൻ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഞാൻ പറയുന്നത് 6000 കേസുകൾ പ്രതിദിനം റിപ്പോർട്ട് ചെയ്തിരുന്ന സമയത്ത് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ ഇപ്പോൾ എടുത്തു കളയുന്നതിൻ്റെ കാരണം. അങ്ങനെയാണെങ്കിൽ അന്ന് എന്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി? ഞാൻ നിങ്ങളോടല്ല ചോദ്യം. എൻ്റെ ചോദ്യം ഈ ശൈലജ ടീച്ചറും പിണറായി വിജയനും മറുപടി പറയട്ടെ. ഇതിന് കാരണം നിങ്ങൾക്കുണ്ടെങ്കിൽ അന്ന് ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, ഇപ്പോൾ അൺലോക്ക് ആയതുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ അൺലോക്കിന് ചില പശ്ചാത്തലം ഉണ്ടല്ലോ. അൺലോക്ക് വരാനുള്ള കാരണം എന്താ? രാജ്യവ്യാപകമായിട്ട് കേസുകളുടെ എണ്ണം കുറയുന്നു, കേരളത്തിൽ കേസ് വർദ്ധിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അൺലോക്ക് പ്രഖ്യാപിച്ച സമയത്തും പല സംസ്ഥാനങ്ങളും ഞങ്ങൾ ഇത് നിയന്ത്രണം തുടരാൻ ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട്. കാരണം അവർ ഈ അനാവശ്യമായിട്ടുള്ള മേനി നടിച്ചിട്ടില്ല. കേരളത്തിൽ സംസ്ഥാന സർക്കാരിന് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ കുരുതി കൊടുക്കുന്ന ഒരു സമീപനമാണ് എടുത്തത്. ജനങ്ങളുടെ ആരോഗ്യത്തിലല്ല താല്പര്യം, ഞങ്ങൾ സർക്കാരിൻ്റെ മേനിയാണ്, സർക്കാരിൻ്റെ കഴിവ് തെളിയിക്കുക, സർക്കാർ മേനി നടിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. ആര് പറഞ്ഞു നിങ്ങളോട്? ഞാനൊരു കാര്യം പറയാം. അതായത് ഇപ്പോൾ കേന്ദ്ര സംഘം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയാം. പക്ഷെ എനിക്കത് നിങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം എൻ്റെ ഇല്ല. അത് കേന്ദ്ര സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ എന്താണ് എന്ന് കേന്ദ്ര സംഘത്തിനെ അയച്ച ആളുകൾ എങ്ങനെ പറയണം, എവിടെ പറയണം എന്നുള്ളത് അവർ തീരുമാനിക്കും. എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാർ ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ഇതിന് പരിഹാരമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളത് അവർ പറയണം. അവർ പറയട്ടെ, ഞങ്ങൾക്ക് പരിഹാരമില്ല, കേന്ദ്രം ഇടപെടണം. അപ്പോൾ നമുക്ക് ആലോചിക്കാം. തെരഞ്ഞെടുപ്പിൽ ഇതെവിടെയാ ചർച്ച ചെയ്ത്? അത് ഇപ്പോഴും അത് തന്നെയുണ്ട്. കോവിഡ് പ്രതിരോധത്തിൽ പാളിച്ചത് തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിച്ചോ തോറ്റോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ടല്ലേ ഞാൻ പറയുന്നത്.
ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ജനങ്ങൾ കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനല്ലല്ലോ വോട്ട് രേഖപ്പെടുത്തിയത്. ജനങ്ങൾ വോട്ട് ചെയ്തത് പ്രാദേശികമായിട്ട് ഇവിടുത്തെ കൗൺസിലർ ആരാണ്, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആരായിരിക്കണം എന്നാ തീരുമാനിച്ചത്. അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് അതിൽ വേറെ വലിയ അർത്ഥമൊന്നും അതിൽ കാണേണ്ട കാര്യമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനുള്ള അംഗീകാരം ആണെങ്കിൽ ഇടതുമുന്നണിയുടെ സീറ്റ് കുറയുകയാണ് ചെയ്തത്. അപ്പോൾ അത് അംഗീകാരം നേരത്തെ ഉണ്ടായിരുന്ന അംഗീകാരം കുറഞ്ഞു എന്നല്ലേ എൻ്റെ അർത്ഥം. ഇനി താങ്കൾ പറയുന്ന പോയിന്റിലാണെങ്കിൽ പോലും കത്ത് കൊടുത്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെടില്ല. കാരണം വെച്ചാൽ അവർ തമ്മിലുള്ള ഇടപാടാണ്. പക്ഷേ ഞാനത് വാർത്തകളിലൂടെ കണ്ടു. എന്ന് പറഞ്ഞാൽ കുറച്ചൊരു നാണവും മാനവും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ ന്യായം, ഞാൻ ഇടത് ആശയങ്ങൾ കേരളത്തിലെ സർക്കാരിനെ ഒരു പ്രത്യേക ആശയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല തിരഞ്ഞെടുത്തത്. ജനങ്ങൾ തിരഞ്ഞെടുത്തത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണം നടത്താനാണ്. ഒരു പ്രത്യേക ആശയത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയിട്ട് ആ കത്തെഴുതിയ ആളെ തുടരാൻ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ പരസ്യമായിട്ട് സ്വജനപക്ഷപാതവും അഴിമതിയും കാണിക്കുന്നു എന്ന് അംഗീകരിക്കുകയാണ്. എന്നിട്ട് നാണമില്ലാതെ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. നിയമസഭ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം വേണ്ട രീതിയിൽ സർക്കാരിനെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം അതേപോലുള്ള സംഭവങ്ങൾ ഉയർത്തിക്കൊണ്ട് സർക്കാരിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം വരുന്നുണ്ടോ? ആക്ഷേപങ്ങൾ വരുന്നുണ്ട് എന്നാണ്. അതെ. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അല്ല, പ്രതിപക്ഷത്തിന് കോൺഗ്രസും CPM-ഉം തമ്മിലൊരു ധാരണയുണ്ടല്ലോ. അപ്പോൾ ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടേ അത് ഉണ്ടാവുള്ളൂ എന്നുള്ളത് കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. അക്കാര്യത്തിൽ കോൺഗ്രസ് ഒരു പരിധിയിൽ കൂടുതൽ CPM-നെ ആക്രമിക്കില്ല, CPM ഒരു പരിധിയിൽ കൂടുതൽ കോൺഗ്രസിനെയും വിമർശിക്കില്ല. അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അതിലൊരു അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആര് പറഞ്ഞു സർക്കാരിനെ വിമർശിക്കും? അദ്ദേഹത്തിന് കിട്ടുന്ന സമയത്തിൻ്റെ പരിമിതി ഉണ്ടല്ലോ. അദ്ദേഹത്തിന് 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെയാണ് കിട്ടുക. അപ്പോൾ അതിനകത്ത് നിന്ന് പറയാവുന്നത് അദ്ദേഹം പറയും. ഏത് പ്രമേയം? അതിനുശേഷം അദ്ദേഹം ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഞാൻ വേണമെങ്കിൽ അയച്ചുതരാം. അല്ല, ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചില്ലേ? അതായത് ചട്ടലംഘനം നടത്തിയ സ്പീക്കർക്കെതിരായിട്ടാണ് വാസ്തവത്തിൽ നടപടി ഉണ്ടാവും. നിങ്ങൾ സ്പീക്കറോട് ചോദിച്ചോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചട്ടലംഘനം നടത്തി എന്നുള്ള ഒരു മെമ്പറുടെ ആക്ഷേപം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടോ? അതിലെന്താ അദ്ദേഹം നടപടിയെടുക്കാത്തത്? ഇപ്പോഴെങ്കിലും അവർ UAE അംഗങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ടോ? അവരെ നമുക്ക് UAE എല്ലാ ഘട്ടങ്ങളിലും ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള സഹകരണം കിട്ടുന്നുണ്ട്. അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ചോദ്യം ചെയ്യുമായിരിക്കും. അതെങ്ങനെ ചോദ്യം ചെയ്യണം എന്നുള്ളതൊക്കെ അന്വേഷണ ഏജൻസിയാണല്ലോ തീരുമാനിക്കേണ്ടത്. നമുക്ക് തീരുമാനിക്കാനുള്ള അവകാശമില്ല. അല്ല, കൊണ്ടുവരണോ വേണ്ടയോ എന്നൊക്കെ അന്വേഷണ ഏജൻസിയാണല്ലോ മറുപടി പറയേണ്ടത്, ഞാനല്ലല്ലോ. അന്വേഷണ ഏജൻസി പറയുന്നിരിക്കട്ടെ, ഇയാളെ കൊണ്ടുവരണം, അതല്ല ഇയാളിൽ നിന്ന് വിവരം കിട്ടണം. അതനുസരിച്ചിട്ട് അന്വേഷണ ഏജൻസി ഇതുവരെ പറയുന്നതിനനുസരിച്ചിട്ട് അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന കമ്മ്യൂണിക്കേഷൻ അതനുസരിച്ചിട്ട് UAE-യുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. UAE-യുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്. അത് അന്വേഷണ ഏജൻസിക്ക് പോകുന്നുണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഈ ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറസ്റ്റ് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴാണല്ലോ അറിഞ്ഞത്. ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നു ഇപ്പം മുൻകൂട്ടി നമുക്കാർക്കും അറിയില്ലല്ലോ. അവരും ആ ആളെ അറസ്റ്റ് ചെയ്ത് വന്നപ്പോഴും കൊച്ചിയിലെത്തിയപ്പോഴാണല്ലോ നമ്മളെല്ലാവരും അറിഞ്ഞത്. എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് വരുമ്പോൾ കാണാം.
ആ ആ അല്ല ബി ജെ പി എന്ന് പറയുന്നത് ഒരു പാർട്ടിയാണ്, ഒരു വ്യക്തി തീരുമാനിക്കുന്നതല്ലല്ലോ മത്സരരംഗത്തുണ്ടാവുമോ ഇല്ലയോ. ഞാൻ ബി ജെ പിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പാർട്ടി എന്താണോ തീരുമാനം എടുക്കുന്നത് ആ തീരുമാനം അനുസരിച്ചിട്ടായിരിക്കുമല്ലോ എൻ്റെ നിലപാട്. പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ മത്സരിക്കും.